മോർണിംഗ് ടൈമിന്റെ പുതുപുത്തൻ എപ്പിസോഡുകൾ മറക്കാതെ കാണാൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂ. രമേശ് പിഷാരടി എന്റർടൈൻമെന്റ്സ് ഓൺ യൂട്യൂബ്. അതിഥി ദേവോ ഭവ. വേലിയേറ്റമാണോ വേലിച്ചാട്ടമാണോ വിലക്കയറ്റമാണോ നമ്മളെ ഈ നാട്ടിൽ ഇടക്കിടക്കെ ഇങ്ങനെ മാറി മാറി ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുന്നതെന്ന് ഒരാവശ്യമില്ലാണ്ട് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഗൂഗിളിന് പ്രഷർ കയറിയിട്ട് തലക്ക് ഭ്രാന്തായിട്ട് അതിൻ്റെ സർവർ വരെ അടിച്ചു പോകും. ഒരുമാതിരി പവർ ബാങ്കിന് തീ പിടിച്ച പോലെ. എന്നാൽ നാടനാണോ വിദേശിയാണോ അടിച്ചു കഴിഞ്ഞാൽ തലക്ക് ഏറ്റവും അധികം കിക്കുണ്ടാവലെന്ന് ഇങ്ങനെ സെർച്ച് ചെയ്ത് തലേരെ ബോധമണ്ഡലം കട്ടായി പോയ മണ്ട പോയ ഒരു മരവാഴനെയാണ് ഞാനെന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. പേര് അനിമൽ കുമാരൻ. ഈ അനിമൽ കുമാരന്റെ പേര് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഏതോ ലോകപ്രശസ്ത ജന്തുശാസ്ത്രജ്ഞനോ മറ്റോന്ന്. അല്ല, ആളൊരു ജന്തുവാണ്, പക്ഷെ ശാസ്ത്രജ്ഞനൊന്നുമല്ല. ഇയാൾ ഞാൻ തമ്മിൽ ചെറിയൊരു ബന്ധമുണ്ട്. ഹീസ് മൈ ബോസ്. നോ, ഈ ചെറ്റ എൻ്റെ ഒരു മാമനാണ്. ഈ മാമന്റെ ഏറ്റവും വലിയൊരു ഹോബി അതെന്ന് പറയാം, പാടത്ത് കൂടി പോകുന്ന കൊക്കിന അമ്പെയ്ത് വീഴ്ത്തൽ. അല്ല, അമ്പെയ്താലും മാമൻ വീഴും, കൊക്കിന്റെ പാട്ടിന് വാറിയിട്ട് പോകും. എന്നിട്ട് സ്വന്തം വീട്ടിലെ പൂച്ചക്കെട്ടിന്റെ വാല് പിടിച്ചിട്ട് സീലിംഗ് ഫാൻ കറക്കുന്ന പോലെ കറക്കിട്ട് മണിക്കൂറിൽ 1500 കിലോമീറ്റർ സ്പീഡിൽ അയൽവാസിയുടെ പറമ്പിലെ കിണറിലേക്ക് എറിഞ്ഞിട്ട് അവരെ കുടിവെള്ളം മുട്ടിക്കലി. എന്നിട്ട് നാട്ടുകാരുടെ കയ്യിൽ നിന്നും മാലപ്പടക്കം പൊട്ടുന്ന പോലത്തെ അടി ചപ്പക്കുറ്റിക്ക് വാങ്ങിക്കലി. അടിയും വാങ്ങിയിട്ട് വായും പൊളിച്ച് കരയുന്ന മാമന്റെ വായി കാണണം ഒരുമാതിരി ഇടുക്കി ഡാമിന്റെ ഷട്ടർ തുറന്ന പോലെ ഉണ്ട്. ഈ മാമൻ ഇടക്കിടക്ക് ഘന അടികൾ വാങ്ങുന്നോണ്ടായിരിക്കും നമ്മുടെ നാട്ടിലിപ്പോ ചിക്കൻ സ്റ്റാൾ തുടങ്ങുന്ന പോലെയാണ് ദന്ത ഡോക്ടർമാർ ദന്ത ക്ലിനിക്കുകൾ തുടങ്ങുന്നത്. ഇനി നിങ്ങളോട് എല്ലാവരും കൂടിയിട്ട് ഞാൻ ഒരു സത്യം പറയാം, എന്റെ മാമൻ വെള്ളടിക്കലില്ല. നേരെ മറിച്ചിട്ട് സുനാമി തിരമാല കരേന വിഴുങ്ങുന്ന പോലെ മദ്യം മാമനെയാണ് വിഴുങ്ങല്. മാമൻ നമ്മളടുത്തേക്ക് വരുന്ന സമയത്തുണ്ടല്ല ഒരുമാതിരി സാനിറ്റൈസറിൽ വീണ കുറുക്കന്റെ സ്മെല്ലാണ്. ഓ, എന്റെ അമ്മച്ചി അത് അനുഭവിച്ച് അറിയണം. മാമൻ അടിച്ചു ഫീറ്റായിട്ട് കോൺ തെറ്റിട്ട് വള്ളി ട്രൗസർ ഇട്ടിട്ട് പഞ്ചായത്ത് റോഡിലേക്ക് കൂടിയിട്ട് പാട്ടും പാടിയിട്ടാണ് വീട്ടിലേക്ക് വരല്. കലങ്കല് യുഗമേ കണ്ണങ്ങട്ടമ്പലമേ തേങ്ങാമൂത്തു കരിക്കാവും കലങ്കല് കാലം കലങ്കല് യുഗമേ കാഞ്ഞങ്ങട്ടമ്പലമേ തേങ്ങാമൂത്തു കരിക്കാവും കലങ്കല് കാലം. ഇങ്ങനെ പാട്ടും പാടി വരുന്ന മാമന്റെ കയ്യിൽ ആകെ ഇല്ല പിടിവള്ളി എന്ന് പറയുന്നത് ഇട്ടിരിക്കുന്ന വള്ളി ട്രോസറിന്റെ വള്ളി മാത്രമാണ്. ആ വള്ളി ട്രോസറിന്റെ മൂടാണെങ്കിൽ കീറിയിട്ട് ഒരുമാതിരി കൊങ്കൺ റെയിൽവേയുടെ എൻട്രൻസിന്റെ ടൈറ്റ് ഷോട്ട് എടുത്ത മാതിരി ഉണ്ട്. പക്ഷെ ഇങ്ങനെയല്ല ആവുന്നെങ്കിലും എന്റെ മാമൻ ആർക്കും ഒരു ഉപദ്രവകാരിയല്ല. ഇപ്പോ വിഷുവിന് തന്നെ നമ്മ പടക്കം പൊട്ടിക്കുമ്പോ മാമൻ ഉണ്ടാവും ആടെ അങ്ങനെ കിടന്നുറക്കുന്നത് സ്വന്തം വീട്ടിൽ. എന്നിട്ട് രാത്രി ഒരു 1:30-2 മണി ഞാൻ വെണിയിച്ചിട്ട് സ്വന്തം വീട്ടുകാരെ പോലും ഉപദ്രവിക്കാതെ അയൽവാസിയായ നാണോട്ടന്റെ വീട്ടിന്റെ നടുമുറ്റത്ത് കൊണ്ടുപോയിട്ട് ഗർഭം കലക്കി പൊട്ടിക്കും. എന്നിട്ടൊരു നാടിനെ എന്നെ ഉറക്കത്തിൽ നിന്ന് എണീപ്പിക്കും. എന്റെ അമ്മായിയുടെ പേരാണ് വൈറസ് കുമാരി, പക്ഷെ നാട്ടുകാർ വിളിക്കല് മിസ്സിസ് അനിമൽ. നമ്മളെല്ലാം നാവിന് രസമുകുളങ്ങളല്ലേ ഇല്ലത്, പക്ഷെ അമ്മായിന്റെ നാവിനില്ലത് കൊനസ്റ്റിന്റെ മുകുളങ്ങളാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. നമ്മുടെ നാട്ടില് അമ്മായിയോട് ഒരാൾ പോലും എതിരഭിപ്രായം പറയില്ല. അഥവാ ആരെങ്കിലും പറഞ്ഞാല് പറഞ്ഞവൻ അടുത്ത കർക്കിടക വാവിന് ബലിക്കാക്കായിട്ട് വന്ന് വരേണ്ടി വരും ബലിച്ചോറുണ്ണാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഡോക്ടറെ അടുത്ത് പോയിട്ട് അമ്മായി പറഞ്ഞു, ഡോക്ടറെ എൻ്റെ പല്ലിന് കമ്പി ഇടണമെന്ന്. അന്നേരം ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു, എൻ്റെ പൊന്നു കുമാരിയേച്ചി ഇതിനൊന്നും കമ്പിയൊന്നും ഇടാൻ കഴിയാ, കംപ്ലീറ്റ് എടുത്ത് കളഞ്ഞിട്ട് സെറ്റ് ചെയ്യാമെന്ന്. അന്നേരം ഡോക്ടർ നോക്കിയിട്ട് അമ്മായി മെഡിക്കൽ സയൻസ് പോലും നാണിച്ചു പോകുന്ന രീതിയിൽ 4 പൊളിച്ചത്ത്. അപ്പൊ ഡോക്ടർ പറഞ്ഞു, കുമാരിയേച്ചി സത്യത്തിൽ നിങ്ങളെ പല്ലിനല്ല കമ്പിയേണ്ടത്, ഈർച്ചവാളിന്റെ മൂർച്ച നോക്കുന്ന നിങ്ങളെ നാവിനാണ് കമ്പിയേണ്ടത് എന്ന് പറഞ്ഞതും ഗ്യാസ് സിലിണ്ടറിന് ഇടി വീണ പോലത്തെ ഒരു സൗണ്ട് ആയിക്കൊണ്ട് കേട്ടിന്. സംഭവം എന്തെന്നാന്ന് അറിയില്ല. ഡോക്ടർ ഇപ്പോഴും പരിയാരം മെഡിക്കൽ കോളേജിൽ അബോധാവസ്ഥയിലാണ് ഇല്ല. എന്നിട്ട് അമ്മായി ഡോക്ടറോടെ ദേഷ്യത്തിന് വീട്ടിലേക്ക് വന്നിട്ട് തുരുമ്പ് പിടിച്ച ഏതോ ഒരു ചുറ്റിക്കുണ്ടായി, അതിനോട് കംപ്ലീറ്റ് പല്ലും അടിച്ചു കൊഴിച്ചിട്ട് കൊറോണ സമയത്ത് ജലലിന്റെ മേലെ വെച്ചിട്ട് മരിക്കുന്ന സമയത്ത് വല്യമ്മ എടുക്കാൻ മറന്നുപോയ പഴയ ഏതോ ഒരു മഞ്ഞ സെറ്റ് വല്ല ഉണ്ടായി ബാക്കി
അതെടുത്തിട്ട് വായിക്ക് സെറ്റ് ചെയ്തിട്ടാണ് ഇപ്പൊ അമ്മായിരെ വൈറൽ യാത്രകൾ നടന്നുകൊണ്ടേയിരിക്കുന്നത്. ഈ മാമൻ ചില സമയത്ത് അടിച്ച് തലേരെ മദർ ബോർഡ് കട്ടായി കഴിഞ്ഞാൽ സ്വന്തം വീട്ടിന്റെ ഡോറിന്റെ തട്ടി ചോദിക്കും, ഹലോ ഇത് എനിമൽ കുമാരന്റെ വീടല്ലേ എന്ന്. അന്നേരം അമ്മ ചോദിക്കും, അല്ല എന്റെ നിങ്ങൾക്ക് ഇന്നൊരു സംശയം, അല്ല പണ്ടെനക്ക് വീട് മാറിയിട്ട് ഒരു അബദ്ധം പറ്റിയത് കൊണ്ടാണല്ലോ ഇന്ന് നീ പൂതനേരെ ഫിഗറും ചെയ്തിട്ട് എന്റെ മുമ്പിൽ നിൽക്കുന്നത് എന്ന് പറഞ്ഞതും അമ്മായി 11,000 കിലോ വാട്ട് വെയിറ്റിന്റെ ഒരാട്ട്. ആ ആട്ടിന്റെ ശക്തിക്ക് വെപ്പ് പല്ല് AK-47 ബുള്ളറ്റ് വരുന്ന പോലെ വന്നിട്ട് മാമനെയും കൊണ്ട് നേരെ മുറ്റത്ത് കെട്ടിയിട്ട് കൈസറിന്റെ മുമ്പിലേക്ക്. ശേഷം അന്ന് രാത്രി മാമൻ കൈസറിനൊപ്പം ശുഭരാത്രി സുഖനിദ്ര. ഈ മാമൻ ചില സമയത്തുണ്ടല്ലോ ടൗണിൽ നടക്കാൻ ഇറങ്ങലുണ്ട് വൈകുന്നേരം ആകുമ്പോ. അന്നേരം ഒരു ദിവസം ഹാൻഡ്സ് ഇങ്ങനെ എടുത്ത് കളയിലും അതാ വന്നു നിൽക്കുന്ന പോലീസ് ജീപ്പ്. കുമാര എന്തെന്നാ നീ ചുണ്ടിനടന്ന് എടുത്തു കളഞ്ഞത്? സാറേ അത് ഇന്നലെ കഴിച്ച ചീരത്തോരനാന്ന്. ചീരത്തോരന? ആ സാറ് കേട്ടിട്ടില്ല ഇപ്പോഴത്തെ യൂട്യൂബർ പറയുന്നത് 48 ദിവസം ചീരത്തോരൻ കഴിച്ചു കഴിഞ്ഞാൽ പകല് നമുക്ക് ഭൂമിയിൽ നിന്നിട്ട് ആകാശത്തിലെ നക്ഷത്രത്തിനെ കാണാൻ പറ്റും എന്ന് പറഞ്ഞതും SI മാമന്റെ മുഖത്തേക്ക് ബോംബ്ലാസ്റ്റിംഗ് നടത്തി. മലര് പാക്കറ്റ് പൊട്ടിച്ച് പതറി പോലെ മാമന്റെ പല്ലി റോട്ടില് പറഞ്ഞു, കുമാര ഇങ്ങോട്ടോക്കെ പകല് കാണാൻ പറ്റുന്ന ആകെയില്ല 2 നക്ഷത്രം, അതാണ് എന്റെ ഷോൾഡറിലുള്ളത്, വണ്ടിയിൽ കയറിക്കോ. അങ്ങനെ മാമനെയും കൊണ്ട് പോലീസ് പോയി. പോലീസ് വിട്ടതിന് ശേഷമുള്ളതാ ഇപ്പോ മാമന് ചീരാന്നല്ല ചിരിതാന്ന് പറഞ്ഞാ വരെ പേടിയാണ്. ഇപ്പൊ ലൈവിൽ എന്റെ മാമന്റെ അവസ്ഥ എന്നറിയാം. സ്വസ്ഥം, ഗൃഹഭരണം മാത്രമല്ല മൂപ്പര് ഇപ്പോ പുതിയൊരു പുസ്തക രചനയിലാണ് അതിൻ്റെത്, കൊക്കിനെ സ്നേഹിച്ച മാലാക. താങ്ക് യു. മുകേഷ് ഒഴമാർ ചേട്ടാ കലക്കി, ചേട്ടാ കലക്കി. പിന്നെ എനിക്കത് എങ്ങനെ ചോദിക്കണമെന്ന് അറിയില്ല ശരിക്കും. ചേട്ടനതൊക്കെ എവിടെ നിന്നാണ് കിട്ടുന്നത്? ആദ്യം ഞാനൊരു കാര്യം പറയാം. എനിക്ക് 2 അമ്മാവന്മാരാണ് ഒറിജിനൽ ആയിട്ട് ഉള്ളത്. ഒന്ന് ചന്ദ്രൻ മുല്ലച്ചേരിയും ഒന്ന് ബാലകൃഷ്ണനും. ഇതൊരു ഡ്യൂപ്ലിക്കേറ്റ് മാമനാ. ശരി, ഇത് ഓക്കെ, എന്തായാലും ഗംഭീരമായി, അടിപൊളിയായി. അതല്ല ഇത് ഈ ഡയാന ചോദിച്ചതിന് ഉത്തരം പറയും. ഇതൊക്കെ എവിടെ നിന്ന് കിട്ടുന്നതാണ് ഇത്? അല്ലെന്ന്, അതായത് 1000 കിലോ വാട്ടുള്ള ആട്ട് ഗ്യാസ് ഊറ്റി ഇടിവെട്ടേറ്റതുപോലത്തെ ഒരു ശബ്ദം. എനിക്ക് ഈ ലോകത്ത് ജെയിംസ് കാമറൂൺ പോലും കാണാൻ പറ്റാത്ത ഒരു വിഷൻ. സാനിറ്റൈസറിൽ വീണ കുറുക്കൻ. അവതാറൊക്കെ പുള്ളി എങ്ങനെയോ കണ്ടു, മനസ്സിൽ കണ്ടു, പുള്ളി പടമാക്കി. പക്ഷെ ഈ സാനിറ്റൈസറിൽ വീണ കുറുക്കനെന്നും ഈ ലോകത്ത് ഇന്നോളം ആരുടെയും മനസ്സിൽ വന്നിട്ടില്ലാത്തൊരു വിഷ്വലാണ്, ഒരു വിഷനാണത്. അങ്ങനത്തെ കുറെ മലര് പാക്കറ്റ് പൊട്ടിച്ചതുപോലത്തെ പല്ല് റോട്ടി കിടക്കുന്നു. ഉദാഹരണങ്ങളങ്ങ് പറയാണ്. കൊങ്കൺ റെയിൽവേ സൂം ചെയ്തതുപോലെ ഈ OMR ഇവിടെ മത്സരിക്കാൻ ആദ്യത്തെ സീസണിൽ വന്നപ്പം OMR ഇവിടുന്ന് ബാക്കിയിട്ട് 2 വർഷം മുമ്പുള്ള യൗവനം കൂടെ ഉണ്ട്. OMRന് ഇത്രയും മീശ അന്നില്ല. അന്നെല്ലാം ഒരു 20 കൊല്ലം മുമ്പുള്ള സാജു കൂടിയനായി പലരും തെറ്റിദ്ധരിച്ചിരുന്നു എന്നുള്ളതാണ് സത്യം. ഞാൻ മീശ വെച്ചാൽ ചിലപ്പോ അതുപോലെ ഉണ്ടാവും. ഞാൻ ഫസ്റ്റ് എപ്പിസോഡ് ചെയ്തപ്പോ മീശ ഇല്ലായിരുന്നു. അപ്പോ ഗസ്റ്റ് ആയിട്ട് വന്ന ആൾക്കാർക്ക് പറഞ്ഞു സാജു കൊടി സാറിനെ പോലെ ഉണ്ട്. അപ്പൊ ഞാൻ പിന്നത്തെ എപ്പിസോഡ് മുതൽ കൊമ്പം മീശ വെച്ചു. ആ കൊമ്പം മീശ ഫണ്ട്സ് അപ്പോണ ടൈമിൽ വന്ന ശേഷം ഇതുവരെ എടുത്തില്ല. കാരണം ഈ OMRനെ സംബന്ധിച്ചിടത്തോളം OMR ഒരു നർമ്മമാർഗം പറയാമെങ്കിലും OMR ഒരു നർമ്മം പറയുന്ന ആളാണെന്നോ അങ്ങനെ ചിരിപ്പിക്കാൻ ശേഷിയുള്ള ആളാണെന്നോ ഒന്നും തോന്നാത്ത ഒരു ഭാവമായിട്ട് വെറുതെ നിൽക്കുമ്പോൾ വലിയ ഗൗരവം. പുറത്തൊക്കെ നിൽക്കുന്ന കണ്ടിട്ട് ഒരുപാട് കണ്ടസ്റ്റൻസ് പോയിട്ടുണ്ട്, പേടിച്ച് പോയിട്ടുണ്ട്. ഇളങ്ങ പിടിച്ചിടിച്ചാലോ എന്നൊക്കെ ഓർത്തിട്ട് അങ്ങനെ നിൽക്കുക. എന്നിട്ട് ഇരുന്നിട്ട് എന്താ വൈറസ് അമ്മാവൻ, വൈറസ് കുമാരി, അനിമൽ കുമാരൻ, ഇങ്ങനെയുള്ള ഇത് ഒരു ഗൗരവമുള്ള വിറ്റ് നാളെ ഇതുവരെ ഈ OMR പറഞ്ഞിട്ടില്ല. OMRന്റെ കഥകളിൽ മുഴുവൻ ഈ സാനിറ്റൈസർ വീണ കുറുക്കനും 1000 കിലോ വാട്ടിന്റെ ആട്ടും ഇങ്ങനെയുള്ള കുറെ സാധനങ്ങൾ തന്നെ. OMR പതിവ് പോലെ ഗംഭീരമായിരുന്നു. OMR വെറുതെ വർത്താനം പറഞ്ഞാൽ തന്നെ ഞങ്ങളൊരു 30% ചിരിക്കും. അതിലെന്തേലും വിറ്റുണ്ടെങ്കിൽ ബാക്കി അതിൽ കിട്ടണൊക്കെ ലാഭമാണ്. അത്ര ഗംഭീരമായി, നന്നായി കേട്ടോ. ഞാൻ ചേട്ടൻ പറഞ്ഞ പോലെ ഞാൻ പുറത്ത് വെച്ച് കണ്ടിരുന്നു. അപ്പൊ എനിക്കും പെട്ടെന്ന് കണ്ടപ്പോ പേടി, വലിയ മീശൊക്കെ വെച്ചിട്ട് ഞങ്ങൾ ഒരുമിച്ച് ഫോട്ടോ എടുത്തിരുന്നു. അപ്പൊ ഞാൻ ഇത് എനിക്ക് മനസ്സിലായില്ല ശരിക്കും പേടിച്ചിട്ട്. പക്ഷെ ഇവിടെ വന്നപ്പോ വേറൊരാളായി. മൈക്കിൽ സംസാരിച്ച് തുടങ്ങുമ്പോൾ ഭയങ്കര കോമഡി. നമ്മള് പറയില്ല ചില സ്കിറ്റൊക്കെ ചേട്ടന് ശരിക്കും എനിക്ക് തോന്നുന്നു കുറച്ചും കൂടിയും സ്യൂട്ട് ആവും. കാരണം ചില സ്കിറ്റിൽ ചില ആളുകളെ നമുക്ക്
പെട്ടെന്ന് ഇഷ്ടപ്പെടും. ആ ഒരു അപ്പിയറൻസിൽ തന്നെ അല്ലെങ്കിൽ അവർ പറയുന്ന ഡയലോഗ്സിലൊക്കെ നമുക്ക് ഒത്തിരി ഇഷ്ടം തോന്നും. അപ്പൊ അതും കൂടി എനിക്ക് തോന്നുന്നു ചേട്ടന് ട്രൈ ചെയ്താൽ നന്നായിരിക്കും. സ്റ്റാൻഡപ്പ് കോമഡി മാത്രമല്ല ബാക്കി എല്ലാ ഇതുപോലെ സ്കിറ്റും സിനിമയൊക്കെ ട്രൈ ചെയ്യാവുന്നതാണ്. ശരിക്കും നന്നായിരുന്നു. ഓന്മാർ ഇവിടെ ഇങ്ങനെ തമാശയൊക്കെ പറഞ്ഞിരിക്കുന്നു. ഇവിടെ വിട്ടാ നേരെ ആ KGF പ്രഭാസിന്റെ മറ്റേ ഇവരുടെ ബഗീരുടെ സംഘം ഉണ്ടല്ലോ, സഞ്ജീതത്തിന്റെ ഒക്കെ സംഘം, അതിലൊക്കെ പോയി നിൽക്കുന്ന ആളാ. അവിടുന്ന് ലീവ് കിട്ടി അപ്പൊ ഇവിടെ വന്നിട്ട് ഇതില് വീണ സാനിറ്റൈസർ വീണ കുറുക്കം പറയുകയും ചെയ്യും. 2 എക്സ്ട്രീമിൽ നിൽക്കുന്ന ആളാ. അടിപൊളി. അപ്പൊ എന്തായാലും അതും ട്രൈ ചെയ്യണം എല്ലാം. എന്താ പറയാനുള്ളത്? എന്തെങ്കിലും നമുക്ക് ചാൻസ് എടുക്കാൻ പറ്റുമോ? OMR കാരണം എനിക്ക് കുറച്ച് സാമ്പത്തിക ലാഭം ഉണ്ടായിട്ടുണ്ട് പണ്ട്. കാരണം ഈ ഇവിടെ ഇങ്ങനെ ആർട്ടിസ്റ്റുകളെ കൊണ്ടു കൊടുക്കാറുണ്ടല്ലോ, ഇവിടെ ഇരിക്കാനൊക്കെ ആയിട്ട് നമ്മൾ കോർഡിനേറ്റ് ചെയ്യുന്ന സമയത്ത് എൻ്റെ സുദീപ് വൈകുന്നേരം പൈസ തരുന്ന പരിപാടി ഉണ്ട്. പൈസ തന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ ആ ടോൾമെൻ അസോസിയേഷൻ്റെ ആൾക്ക് പൈസ എന്ന് പറഞ്ഞിട്ട് എനിക്ക് പൈസ തന്നു. തെറ്റിദ്ധരിച്ചതാ പുള്ളീനെ കണ്ടിട്ട്. എന്തായാലും നല്ല രസമുണ്ട്. പിന്നെ ഈ പരിപാടി അവതരിപ്പിക്കുമ്പോൾ അടുത്തെങ്ങും ആരും നിൽക്കരുത്. കാരണം കൈ ഇങ്ങനെ വീശി കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 മീറ്റർ അകലത്തേക്കാണ് പോണത്. നല്ല നല്ല അവതരണമാണ്, ഇടിച്ചിരുത്തുന്ന അവതരണമാണ്. ഈ നേതാക്കന്മാരൊക്കെ പ്രസംഗിക്കുന്ന കാര്യം നല്ല അടിച്ചിരുത്തിയാണ് സംസാരിക്കുന്നത്. എനിക്ക് എൻ്റെ ഒരു ആഗ്രഹത്തിന് വേണ്ടി മാത്രം അമ്മാവൻ ഇടയ്ക്ക് രാത്രി കള്ളു കുടിച്ചിട്ട് നടന്നു വരുമ്പോ ഒരു പാട്ട് പാടില്ലായിരുന്നു. അതൊരു 2 വരി പാടിയിട്ട് OMR പോക്കോ, ബാക്കി ഞങ്ങൾ നോക്കാം. അത് യഥാർത്ഥത്തിൽ അത് പാട്ടല്ല. ഞാൻ പാട്ട് ഈ പെർഫോമൻസിന് മറ്റേ ആപ്റ്റാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് പാട്ട് ആക്കിയതാണ്. അത് ശ്ലോകാണ്. കാലം കലിയുഗമേ കാഞ്ഞങ്ങാട്ടമ്പലമേ തേങ്ങമൂത്ത് കരിക്കാവുന്ന കലികാലമാണ് ഇത് എന്നില്ലേ. അപ്പൊ ഈ പാട്ട് ഇതിന് എന്തായാലും ജോയിന്റ് ആവുമല്ലോ. ഇല്ല, അപ്പൊ ജോയിന്റ് ആവുന്ന ഒരു പാട്ട് എടുക്കുന്നതിന് പകരം കയ്യിലുള്ള പാട്ടിനെ ജോയിന്റ് ആക്കി അത് ഒരൊറ്റ തവണ കൂടെ കാണിക്കും OMR പ്ലീസ്. കാലം കലിയുഗമേ കാഞ്ഞങ്ങാട്ടമ്പലമേ തേങ്ങമൂത്ത് കരിക്കാവും കാലം കലിയുഗമേ കാഞ്ഞങ്ങാട്ടമ്പലമേ തേങ്ങമൂത്ത് കരിക്കാവും കാലം. ഇതുപോലെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരാൾ ഇതുപോലെ വെള്ളം അടിച്ചിട്ട് രാത്രി അകലേന്ന് മുതൽ പുള്ളിയുടെ ഡയലോഗ് കേൾക്കാം. തോന്നക്കലെ പാപ്പി എന്ന് പറഞ്ഞാൽ തോന്നക്കലെ പാപ്പി അഭിമാനമുള്ള അഭിമാനികളാ, തറവാടികളാ. തോന്നക്കലെ പാപ്പിയാ പോകുന്നത്, തറവാടിയാ വരുന്നത്, മാറിക്കോ. തോന്നക്കലെ പാപ്പിയാ വരുന്നത്. ഈ സൗണ്ട് കേൾക്കാം ഇങ്ങനെ. അപ്പം ഞങ്ങളിങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ ഇങ്ങനെ സൗണ്ട് അകലേന്ന് വന്ന് ഈ ആള് പോവും. ആള് ഗേറ്റിൻ്റെ മുമ്പിൽ എത്തുമ്പോൾ കാണുന്നത് എന്താണെന്ന് പറയുമ്പോൾ ജെട്ടിപ്പുറത്താ പോണേ, മുണ്ടിങ്ങനെ വലിച്ചോണ്ടാ വരുന്നത്. അഭിമാനി തറവാടിയാ പോകുന്നത്. ചേട്ടാ, അപ്പൊ എന്തായാലും നിങ്ങളുടെ പെർഫോമൻസ്, ആക്ഷൻ, കോമഡി എല്ലാവരും നന്നായിട്ട് ചിരിച്ചു കേട്ടോ. അതാണ് നമുക്ക് വേണ്ടത്. എല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. വെരി വെൽ ഡൺ ആൻഡ് കീപ് ഇറ്റ് അപ്പ്. നമുക്ക് മാർക്സ് കുറച്ച് കഴിഞ്ഞറിയാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമ്മുടെ കഴിഞ്ഞ കുറേ എപ്പിസോഡുകളായിട്ട് ഇവിടെ ഓഡിയൻസ് ആയിട്ട് എത്തിയിരുന്നത് വളരെ യങ് ആൻഡ് വൈബ്രന്റ് ആയിട്ടുള്ള ഒരു ക്രൗഡാണ്. ആൻഡ് ദേ ഹാവ് കം ഫ്രോം ജൂബി റിച്ച് കൺസൾട്ടൻസി, അതായത് ജൂബി റിച്ച് സ്റ്റഡി അബ്രോഡ് എന്ന് പറയും. ഞങ്ങളുടെ ഓഫീസ് കൊച്ചി കലൂരിലാണ് നമ്മുടെ കോർപ്പറേറ്റ് ഓഫീസ്. നമ്മൾ എല്ലാ കൺട്രീസിലേക്കും സർവീസ് ചെയ്യുന്നുണ്ട് സ്റ്റുഡൻസിന് സ്റ്റഡി എബ്രോഡിലേക്ക്, ലൈക്ക് USA, UK, കാനഡ, ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ. ആൻഡ് വി ഹാവ് 20+ ബ്രാഞ്ചസ് ഇൻ ആൻഡ് ഔട്ട് കേരളയിൽ നമ്മൾ റൺ ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ ഇയർ നമ്മൾ 25th ഇയർ സിൽവർ ജൂബിലി ആഘോഷിക്കുകയാണ്. കൺഗ്രാറ്റ്സ്, വെരി ഗുഡ്. ഒരു വലിയ താങ്ക്സ്. കാരണം ഇവിടെ എത്തുന്ന ഓരോ ഓഡിയൻസിന്റെയും സപ്പോർട്ട് ഇറ്റ് മാറ്റേഴ്സ് എ ലോട്ട്. നിങ്ങൾ നല്ല രീതിയിൽ നമ്മുടെ കണ്ടസ്റ്റൻസിനെ മൊത്തത്തിൽ നമ്മുടെ ഷോയൊക്കെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. താങ്ക് യു ഓൾ സോ മച്ച് കേട്ടോ. താങ്ക് യു. നമ്മുടെ കാന്താരി വന്ദനയ്ക്കും കലിപ്പൻ മുകേഷ് OMRനും എത്ര മാർക്സ് വീതമാണ് ലഭിക്കുന്നത് എന്നറിയാം. രമേശേട്ടാ? മുകേഷ് 50-ൽ 47. 47. Again 47. That makes 94 out of 100. അടിപൊളി, സൂപ്പർ. ഇനി വന്ദനയ്ക്കുള്ള മാർക്സ്? വന്ദനയ്ക്ക് 45. 45. രമേശേട്ടാ? 44. 44. That makes 89 out of 100. അപ്പോൾ ഇന്നത്തെ ബെസ്റ്റ് പെർഫോമർ മുകേഷ് OMR. അടിപൊളി. Once upon a time, കലിപ്പനും കാന്താരിയും വിജയികൾക്ക് ലഭിക്കുന്നത് ഹാർവസ്റ്റ് എബ്രോഡ് സ്റ്റഡീസ് നൽകുന്ന സമ്മാനം.
നമ്മളിത് വൈൻഡ് ചെയ്യാൻ പോവുകയാണ്. ബട്ട് വി വിൽ ബി ഡെഫിനറ്റ്ലി ബാക്ക്. അൻടിൽ ദെൻ ബൈ. വൺസ് അപ്പോൺ എ ടൈമിന്റെ പുതുപുത്തൻ എപ്പിസോഡുകൾ മറക്കാതെ കാണാൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂ. രമേശ് പിഷാരടി എന്റർടൈൻമെന്റ്സ് ഓൺ യൂട്യൂബ്.